നിന്നൊക്കെ ഗുരുശാപം വാങ്ങി തട്ടിപ്പോണ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ നിസ്സാരക്കാരനല്ലെന്ന്. വേണ്ട 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 കള്ളത്തരൊന്നും പറയണ്ട. ആ ഉണ്ട് മടുത്തോനോട് ഉരുള വാങ്ങണം, എണ്ണി മടുത്തോനോട് കാശ് വാങ്ങണം. കാരണന്മാര് പറഞ്ഞ വളരെ ശരിയാ. വാളും പരിചയൊക്കെ എടുത്തോ. കേസ് കെട്ടുകളും കിടുതാൾപ്പുകളൊക്കെ എടുത്തോന്ന്. അതൊക്കെ എടുക്കാതിരിക്കൂ. വേണ്ട വേണ്ട, വെറുതെ എന്തിനാ ധൈര്യത്തെ തൊട്ട് കളിക്കണത്? എടോ, ഞാൻ പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് ആയിപ്പോയി. ഇല്ലെങ്കിൽ എന്റെ വായിലിരിക്കുന്ന വീണനാഥൻ താൻ കേട്ടേനെ. പാടോ പീറ ഗുമസ്ത. കൊല്ലണ്ട, അടുത്ത കേസിന് ഞാൻ ജയിപ്പിച്ചു തരാം. സാറിന്റെ വാദം കേട്ടപ്പോ ജഡ്ജിയുടെ കയ്യിലെ രോമമൊക്കെ എഴുന്നേറ്റ് നിന്നു. അതങ്ങനെ ജഡ്ജിയുടെ കോട്ടിന്റെ ഇടയിൽ കൂടെ കണ്ടാ? അല്ല, കോട്ടിലെ ഫീലിംഗ് ഉണ്ടായിരുന്നു. ഫോൺ ഇളക്കല്ലേ. അല്ല സാർ, ആളറിയാതെ. വേണ്ട വേണ്ട, അഭ്യാസം നടക്കണ്ട. മയ്യത്തുംകാരില്ല ഓന്റെ ഒരു ബിരിയാണി കച്ചവടം. അതിന്റെ ഒരു പോലീസ് നല്ല വസ്ത്രം കേട്ടിട്ട് ഭക്ഷണത്തരം തന്നെയാണല്ലേ പറയണത്.